അറേബ്യൻ കടലിൽ അമേരിക്കൻ നാവികസേനയെ വെട്ടിച്ച് ഇറാനിയൻ ടാങ്കറിന്റെ കുതിപ്പ്. ട്രംപിന്റെ മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തി സില്ലി സിറ്റി ഇറാൻ തീരത്തെത്തുമ്പോൾ അതു വെറുമൊരു കപ്പൽ യാത്രയല്ല, അമേരിക്കൻ ഗർവിനുള്ള ഇറാന്റെ പരസ്യമായ തിരിച്ചടിയാണ്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ ചൈനയുടെയും മറ്റു സഖ്യകക്ഷികളുടെയും കരുത്തിൽ ഇറാൻ പുതിയ പ്രതിരോധം തീർക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ കപ്പലുകൾക്ക് മുന്നിലൂടെ തലയുയർത്തി കടന്നുപോയ സില്ലി സിറ്റി എന്ന ചരക്ക് നീക്കം വെറുമൊരു ചരക്ക് നീക്കമല്ല, മറിച്ച് പടിഞ്ഞാറൻ അധിനിവേശത്തിന് നേരെ ഉയർത്തിപ്പിടിച്ച പ്രതിരോധത്തിന്റെ വിജയക്കൊടിയാണ്. ചർച്ചാമേശയെ കീഴടങ്ങാനുള്ള വേദിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് കടലിലൂടെ മറുപടി നൽകുകയാണ് ഇറാൻ. അമേരിക്കൻ നാവികസേനയുടെ ടാസ്ക് ഫോഴ്സ് അറേബ്യൻ കടലിൽ ഇരച്ചു നിൽക്കുകയായിരുന്നു. ഉപരോധം ലംഘിക്കുന്ന ഏത് കപ്പലിനെയും തടയുമെന്ന കർശന മുന്നറിയിപ്പ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിക്കഴിഞ്ഞു. എന്നാൽ ഇതിനെയെല്ലാം പുല്ലുവില കൽപ്പിച്ചാണ് ഇറാൻ നാവികസേനയുടെ അകമ്പടിയോടെ സില്ലി സിറ്റി മുന്നേറിയത്. അറേബ്യൻ കടലിലെ ഇരുണ്ട രാത്രികളിൽ അമേരിക്കൻ റഡാറുകളെയും നാവികവ്യൂഹത്തെയും സാക്ഷിയാക്കി ആ ഇറാനിയൻ ടാങ്കർ സ്വന്തം തീരത്തെത്തി. 20ലധികം വരുന്ന ഷാഡോ വെസലുകൾ ഇത്തരത്തിൽ അമേരിക്കൻ കണ്ണുവെട്ടിച്ച് ഇറാന്റെ എണ്ണ പുറത്തെത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒന്നുമാത്രമാണ്: അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വെറും ജലരേഖയാകുന്നു. കരാറില്ലെങ്കിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കും എന്ന ട്രംപിന്റെ പുതിയ ഭീഷണി ലോകത്തെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ഇറാൻ ഒട്ടും പതറുന്നില്ല. ചർച്ചാമേശയെ ഒരു കീഴടങ്ങൽ വേദിയാക്കി മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. വെടിനിർത്തൽ നീട്ടാൻ ട്രംപ് വിസമ്മതിക്കുമ്പോഴും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം പ്രകടമാണ്. ഭീഷണികളുടെ നിഴലിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല, യുദ്ധക്കളത്തിൽ പുതിയ അടവുകൾ പുറത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ഉപരോധങ്ങളെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിരോധം തീർക്കുന്നതിലാണ് ഇപ്പോൾ ഇറാന്റെ ശ്രദ്ധ. ഹോർമൂസ് കടലെടുക്ക് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി അടയ്ക്കാനുള്ള ഇറാന്റെ നീക്കം അമേരിക്കയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ വിയർപ്പിക്കുകയാണ്. അമേരിക്ക ഇറാനുമേലേർപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ സാമ്പത്തിക യുദ്ധമാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി ഇറാനെ തകർക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്ന് സില്ലി സിറ്റിയുടെ വിജയം കാണിച്ചുതരുന്നു. ചൈനയുടെയും മറ്റു സഖ്യകക്ഷികളുടെയും പരോക്ഷ പിന്തുണയോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഇറാന്റെ എണ്ണ ഇപ്പോഴും പ്രവഹിക്കുന്നുണ്ട്. ട്രംപ് ധാരാളം ബോംബുകൾ എന്ന പ്രയോഗത്തിലൂടെ ഭീതി പടർത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുന്നു. യുഎസ് നേവി ഫ്ലീറ്റ് ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇറാനിയൻ നാവികസേന നൽകിയ കനത്ത സുരക്ഷയിലാണ് സില്ലി സിറ്റി മടങ്ങിയത് എന്നത് ഇറാന്റെ സൈനിക കരുത്തിനുള്ള സാക്ഷ്യപത്രമാണ്. ട്രംപിന്റെ അധികാരഗർവിനും വെടിനിർത്തൽ റദ്ദാക്കലിനും മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ ഒരുക്കമല്ല. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ ദ്വാരങ്ങൾ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ പുതിയ ജാലകങ്ങൾ തുറക്കുകയാണ്. സില്ലി സിറ്റി എന്ന ടാങ്കർ ഇന്ന് കേവലം ഒരു കപ്പലല്ല, അത് പടിഞ്ഞാറൻ അധിനിവേശത്തിനു നേരെ ഉയർത്തിപ്പിടിച്ച ഇറാന്റെ വിജയക്കൊടിയാണ്. വെടിനിർത്തൽ അവസാനിക്കുന്ന ബുധനാഴ്ചയ്ക്ക് ശേഷം കടലിലും കരയിലും എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ തങ്ങൾ ഏതൊരു വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ.